ഷോൾഡറിൽ കൂടി വന്ന് ചെസ്റ്റിൽ കൂടി നമ്മുടെ ടോപ്പിന് എത്രയാണ് ലെങ്ത് ആവശ്യമുണ്ട് അതാണ് ഫുൾ ലെങ്ത്. ഇനി ഷോൾഡർ എടുക്കേണ്ടത് ഷോൾഡറിൻ്റെ ഒരു ബോൺ മുതൽ അപ്പുറത്തെ ബോൺ വരെയുള്ള ലെങ്താണ് ഷോൾഡർ. ഇനി ചെസ്റ്റ് റൗണ്ട് കറക്റ്റ് ചെസ്റ്റിൽ കൂടി വന്ന് ബാക്ക് ലെവലാക്കി വെച്ചിട്ട് കറക്റ്റ് 2 വിരൽ ഉള്ളിലിട്ടിട്ടുള്ള ലൂസിൽ ചെസ്റ്റ് റൗണ്ട്. വേസ്റ്റ് ലെങ്ത് അതുപോലെ ഷോൾഡറിൽ കൂടി വന്ന് ചെസ്റ്റിൽ കൂടി നമ്മുടെ ഷേപ്പിൻ്റെ അവിടം വരെയുള്ള ലെങ്താണ് വേസ്റ്റ് ലെങ്ത്. അവിടുത്തെ റൗണ്ടാണ് വേസ്റ്റ് റൗണ്ട്. അത് 2 വിരൽ ഉള്ളിലിട്ടിട്ടുള്ള ലൂസിൽ വേസ്റ്റ് റൗണ്ട്. ഹിപ്പ് ലെങ്ത് ഷോൾഡർ മുതൽ ചെസ്റ്റിൽ കൂടി വന്ന് ഹിപ്പിൻ്റെ അവിടം വരെയുള്ള ലെങ്താണ് ഹിപ്പ് ലെങ്ത്. അവിടുത്തെ റൗണ്ടാണ് ഹിപ്പ് റൗണ്ട്. അതും 2 വിരലുള്ളിൽ ഇട്ടിട്ടുള്ള ലൂസിൽ ഹിപ്പ് റൗണ്ട്. ഇനി സ്ലീവ് ലെങ്ത് ഈ ബോൺ മുതൽ എവിടം വരെ സ്ലീവ് ലെങ്ത് ആവശ്യമുണ്ട് അവിടം വരെ അടക്കുന്നതാണ് സ്ലീവ് ലെങ്ത്. അവിടുത്തെ റൗണ്ടാണ് സ്ലീവ് റൗണ്ട്. ഇനി ക്ലോസ് നെക്ക് റൗണ്ട്. നെക്കിൻ്റെ ഇങ്ങനെ എടുത്തു ഒരു വിരൽ ഉള്ളിലിട്ടിട്ടുള്ള ലൂസിൽ നെക്ക് റൗണ്ട്. ഇത്രയും മെഷർമെൻറ്റാണ് ആവശ്യമായിട്ടുള്ളത്. യോക്കിന് വേണ്ടി തുണി ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെ 4ആയിട്ട് തുണി മടക്കി എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോക്കിൻ്റെ ലെങ്ത് എടുക്കുക. യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വേസ്റ്റ് ലെങ്ത് ആണ്. വേസ്റ്റ് ലെങ്ത് +1 വേസ്റ്റ് ലെങ്ത് +1 മാർക്ക് ചെയ്യുക. യോക്ക് ലെങ്ത് ഇങ്ങോട്ട് ഹാഫ് ഷോൾഡർ, നമ്മൾ കോളറാണ് വെക്കുന്നത്, അതുകൊണ്ട് ഹാഫ് ഷോൾഡർ +1 ഇഞ്ച് എടുക്കണം. ഷോൾഡർ നമ്മുടെ എത്രയാണോ അതിൻ്റെ പകുതി +1 ഇഞ്ച് എടുക്കുക. അത് തന്നെ താഴത്തേക്ക് എടുക്കുക. അതിൻ്റെ സ്ക്വയർ അങ്ങ് വരയ്ക്കുക. ഹാഫ് ഷോൾഡർ +1ൻ്റെ സ്ക്വയർ അങ്ങ് വരച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെസ്റ്റ് റൗണ്ടാണ്. നമുക്ക് എത്രയാണ് ചെസ്റ്റ് റൗണ്ട് കിട്ടിയത് അതിനെ 4 വെച്ച് ഹരിച്ച് 2 വെച്ച് കൂട്ടണം. 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. 1/4 ചെസ്റ്റ് +2 ഇഞ്ച്. ചെസ്റ്റ് റൗണ്ട് /4 +2 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴത്ത് ഫുൾ ലെങ്തിൻ്റെ അവിടെ വേസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഹരിച്ച് 2 കൂടുതൽ എടുക്കുക. വേസ്റ്റ് റൗണ്ട് /4 +2 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ആം ഹോൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ ഷോൾഡറിൻ്റെ, ആ 1 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് മുകളിൽ നിന്ന് താഴത്തേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്ക് ഇത് ജോയിൻ ചെയ്യാം. നമ്മളിങ്ങനെ ചരിച്ച് വരച്ച് ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ബാക്ക് ആം ഹോൾ 1.5, പിന്നെ 3/4 ഇഞ്ച് ഫ്രണ്ട് ആം ഹോളിൻ്റെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ആം ഹോള് ബാക്കിൽ ഈ 1.5യും കൂടി കറക്റ്റാക്കി വെച്ച് ബാക്ക് ആം ഹോള് വരച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഇത് ഉള്ളിലേക്ക് കയറ്റി ഫ്രണ്ട് ആം ഹോളും വരയ്ക്കുക. ഇനി നെക്ക് വരയ്ക്കാം. നെക്ക് കോളർ വെക്കുന്നതുകൊണ്ട് നമ്മുടെ നെക്ക് റൗണ്ട് /6 ആണ് എടുക്കേണ്ടത്. നമുക്ക് എത്രയാണ് നെക്ക് റൗണ്ട് കിട്ടിയത് അതിനെ /6 മാർക്ക് ചെയ്യാം. താഴത്തോട്ട് നെക്ക് റൗണ്ട് /6 +1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് വീയും റൗണ്ടും കൂടി ചേർന്നൊരു ഇങ്ങനെ നെക്ക് ഫ്രണ്ട് നെക്ക് വരച്ചു. ബാക്ക് നെക്ക് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. ഇതിങ്ങനെ വരയ്ക്കുക. ഈ ഷോൾഡർ ചരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു നെക്കിൻ്റെ അവിടേക്ക് ചരിച്ച് വരയ്ക്കുക. ഇതാണ്
നമ്മുടെ നെക്കിന് നമുക്ക് കട്ട് ചെയ്യാം. ബാക്ക് ആം ഹോൾ ആദ്യം കട്ട് ചെയ്യാം. എന്നിട്ട് ഷോൾഡർ കട്ട് ചെയ്തിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് അടിയിലത്തെ തുണി എടുത്ത് മാറ്റാം. ബാക്ക് എടുത്ത് മാറ്റി ഫ്രണ്ട്. ഇനി എന്നിട്ട് ഫ്രണ്ടിലത്തെ ആം ഹോൾ കട്ട് ചെയ്യാം. എന്നിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യാം. എന്നിട്ട് ഫ്രണ്ട് അങ്ങ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് 2 പീസ് കിട്ടും, ബാക്കിൽ 1 പീസ്. ലൈനിങ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്യാം. സ്കേർട്ടിന് വേണ്ടി നമ്മളൊരു തുണി എടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. അങ്ങനെ 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കിയിട്ട് നമ്മളിവിടെ നിന്നുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് നമുക്ക് എത്രയാണ് ടോപ്പിന് ആവശ്യമുണ്ട് ആ ഫുൾ ലെങ്ത് മൈനസ് യോക്കിൻ്റെ ലെങ്ത്. ഫുൾ ലെങ്തിൽ നിന്ന് യോക്ക് മൈനസ് ചെയ്തിട്ട് +1.5 എടുക്കണം. ഫുൾ ലെങ്ത് മൈനസ് യോക്ക് +1.5 ഇഞ്ചാണ് ലെങ്ത് എടുക്കേണ്ടത്. ഇവിടെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 2 ഇഞ്ച്. ആ യോക്കിൻ്റെ അതേ വണ്ണം തന്നെ എടുക്കുക. അതായത് യോക്കിൻ്റെ ഈ വണ്ണം യോക്കൊന്ന് മടക്കിയിട്ട് ആ ബാക്ക് യോക്ക് വെച്ചിട്ട് ഈ വണ്ണം കറക്റ്റായിട്ടുള്ളത് എടുക്കുക. ഈ അളവ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഹിപ്പ് ലെങ്ത് എടുക്കേണ്ടത് ഹിപ്പ് ലെങ്ത് മൈനസ് വേസ്റ്റ് ലെങ്ത് +1/2 ഇഞ്ച് അത് മാർക്ക് ചെയ്യുക. ഹിപ്പ് ലെങ്ത് എന്ന് പറയുന്നത് അങ്ങനെ മാർക്ക് ചെയ്തു. അവിടെ ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 2 ഇഞ്ച്. ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 4 വെച്ച് ഹരിച്ചിട്ട് +2 ഇഞ്ച് കൂടുതലെടുക്കുക. ഇനി താഴത്ത് നമ്മുടെ ഫ്ലെയർ, നമുക്ക് എത്രയാണ് ഫ്ലെയർ ആവശ്യമുള്ളത്? ഞാനൊരു 17 ഇഞ്ച് ഫ്ലെയർ എടുത്തിട്ടുണ്ട്. ഫ്ലെയർ എടുക്കുക. എന്നിട്ട് ആ ഹിപ്പ് ലൈനുമായിട്ട് ജോയിൻ ചെയ്യുക. ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാം. സ്കേർട്ടും കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ടിൽ പ്ലാക്കറ്റ് വെക്കാം. പ്ലാക്കറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കോളർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടുന്ന് താഴെ വരെയുള്ള ലെങ്ത് എടുക്കുക. വീതി 2.5 ഇഞ്ചിൻ്റെ 2 പീസ്. 2.5 ഇഞ്ച് വീതിയും ഈ നെക്ക് തൊട്ട് താഴെ വരെയുള്ള ലെങ്തും ആയിട്ട് 2 പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം കൂടി വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഇപ്പുറത്തും അതുപോലെ 1/4 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ പ്ലാക്കറ്റ് ഇതിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അറ്റം ഒന്ന് മടക്കി ഇതിൻ്റെ ബാക്കിലേക്ക് സ്റ്റിച്ചിൻ്റെ പുറയിലേക്ക് വെച്ച് ഈ ജോയിൻറ്റിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. താഴെ വരെ അങ്ങനെ ചെയ്യുക. അതുപോലെ ഇപ്പുറത്ത് അതുപോലെ ഈ അരികൊന്ന് മടക്കിയിട്ട് ഈ സ്റ്റിച്ചിൻ്റെ മുകളിലോട്ട് വെച്ച് ഈ ജോയിൻറ്റിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരെ കൊണ്ടുവരിക. നമ്മൾ പ്ലാക്കറ്റ് രണ്ടും വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിൻ്റെ പുറത്തേക്ക് ഒരെണ്ണം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ യോക്കിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് സ്കേർട്ടിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ യോക്കും സ്കേർട്ടും കൂടി നല്ല വശവും കൂടി വെച്ച് ഇങ്ങനെ വെച്ച് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ യോക്കും സ്കേർട്ടും കൂടി ജോയിൻ ചെയ്തു ഫ്രണ്ടിൽ. എന്നിട്ട് നമ്മൾ ഈ ജോയിൻ ചെയ്തെടുത്ത് ഒരു ലേസ് ആ ജോയിൻറ്റിൻ്റെ അവിടെ വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ യോക്കയിൽ ഒരു ബോർഡർ വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ നല്ല വശവും വെച്ചിട്ട് ഷോൾഡർ അങ്ങ് 1/2 ഇഞ്ചിൽ
സ്റ്റിച്ച് ചെയ്യുക. 2 ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഈ ബ്ലാക്കറ്റിൻ്റെ ഇവിടെ സ്ട്രെയിറ്റ് അല്ലേ, അതൊന്ന് ഇങ്ങനെ വിളിച്ചിട്ട് അതൊന്ന് ഷേപ്പ് ഒരു വി ആക്കണം. ഒന്ന് വി ഷേപ്പാണ്. നമ്മൾ നെക്ക് റൗണ്ട് എടുക്കുക. കോളർ കട്ട് ചെയ്യാൻ വേണ്ടി നെക്ക് റൗണ്ട് വേണം. നെക്ക് റൗണ്ട് കറക്റ്റാക്കി പിടിക്കുക. നമുക്ക് നെക്ക് റൗണ്ട് കിട്ടിയത് 14 അപ്പോൾ സ്റ്റിഫ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിഫ് ഇവിടുന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നെക്ക് റൗണ്ടിൻ്റെ പകുതി, നമുക്ക് എത്രയാണ് നെക്ക് റൗണ്ട് കിട്ടിയത് അതിൻ്റെ പകുതി എടുക്കുക. 14 7 മാർക്ക് ചെയ്യുക. എന്നിട്ട് മേളിലേക്ക് ഒരു 3/4 ഇഞ്ച് മേളിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫോൾഡിൻ്റെ അവിടെ അതുപോലെ 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതങ്ങ് ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഇത് സ്റ്റാൻഡാണ്, കോളറിൻ്റെ സ്റ്റാൻഡ്. ഈ പോയിൻറ്റിൽ ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ആ പോയിൻറ്റിൽ നിന്ന് ചരിച്ച് ഒരു 1.5 ഇഞ്ച് കോളറിൻ്റെ വീതി 1.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഈ ഫോൾഡിൻ്റെ അവിടെ 1 ഇഞ്ച്, ആ 1.5 ഇഞ്ചും കൂടി ജോയിൻ ചെയ്യുക. നമ്മുടെ കോളർ ഇതാണ്. ഞാൻ കട്ട് ചെയ്യുക. അത് സ്റ്റാൻഡ് മാറ്റുക. അത് കഴിഞ്ഞ് കോളർ നമുക്കിങ്ങനെ കിട്ടും. നമുക്ക് സ്റ്റിഫ് അയൺ ചെയ്യാം. അപ്പോൾ 2 ലെയർ സ്റ്റാൻഡ് വെക്കാൻ വേണ്ടി 2 ലെയർ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചീത്ത വശത്തേക്ക് ഇതൊന്ന് അയൺ ചെയ്യുക. അതുപോലെ കോളറിൻ്റെ ഭാഗം ഒരു 2 ലെയർ തുണി എടുത്തിട്ട് അതിലോട്ട് ഇതൊന്ന് അയൺ ചെയ്യുക. 2ൻ്റെ ചീത്ത വശത്ത് വേണം അയൺ ചെയ്യാൻ. നമ്മൾ അയൺ ചെയ്തല്ലോ, സ്റ്റാൻഡ് അയൺ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് അയൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ 1/2 ഇഞ്ചായിരുന്നു ആ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 1/2 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യുക. അതുകൂടാതെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ 1/2 ഇഞ്ച് എൽ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെയും വന്ന് അതുപോലെ മറ്റേതാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ കോളറിൻ്റെ അതേ ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടുന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യണം. 1/2 ഇഞ്ച് ആ സ്റ്റിച്ച് ചെയ്യുന്ന ഇങ്ങോട്ട് മാറ്റി ഇതേ ഷേപ്പിൽ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. ചുറ്റും 1/2 ഇഞ്ച്, അതുപോലെ ഇതിൻ്റെ 1/2 ഇഞ്ച് ചുറ്റും 1/2 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്യുക. ഈ കോണിൻ്റെ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ എവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് പോകാണ്ട്
എന്നിട്ട് നമ്മളത് തിരിച്ചിടണം. പോയിൻ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടു. ഇത് നമ്മളുടെ മറ്റേ പീസുണ്ടല്ലോ, നമ്മൾ ഇവിടെ അരയിഞ്ച് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. കറക്റ്റ് അരയിഞ്ചിൻ്റെ അവിടെ ഇട്ട് ഇത് രണ്ടിൻ്റെ എല്ലാത്തിൻ്റെയും തുമ്പ്, ഇതിൻ്റെയും ഇതിൻ്റെയൊക്കെ ഈ തയ്യൽ തുമ്പ് അരയിഞ്ചുണ്ടല്ലോ അതെല്ലാം ഒരുമിച്ചാക്കി കറക്റ്റ് ഈ ഒരു അരയിഞ്ചിലേക്കാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പുറത്തെ അതുപോലെ അരയിഞ്ച്. ഇവിടെ നമ്മുടെ കോളർ വന്നിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിലിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ അരയിഞ്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യുക. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് തിരിച്ചിടുക. നമ്മുടെ കോളർ ഇങ്ങനെ ശരിയായി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഡ്രസ്സിൻ്റെ ചീത്ത സൈഡിൽ ഈ നമ്മൾ ഈ സ്റ്റിഫ് വെച്ച പീസ് അരയിഞ്ചുണ്ടല്ലോ തയ്യത്തുമ്പ്, അത് കറക്റ്റാക്കി ഇങ്ങനെ വെച്ച് ഇപ്പുറത്ത് വന്ന് നിൽക്കുക. ഈ ഒരു ലെയറാണ് എടുത്തിട്ട് സ്റ്റിഫ് വെച്ചേക്കുന്ന മാത്രം എടുത്തേക്കുന്നത്. സ്റ്റിഫ് വെച്ചത് മാത്രം എടുത്തേക്കുന്ന കറക്റ്റായിട്ട് ഇവിടെ വെച്ച് ഇതിൻ്റെ അരികിൽ റൗണ്ടിൽ ഈ ലെയർ മാത്രം പിടിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തുക. നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് നമ്മളത് നല്ല വശത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ ചീത്ത വശത്തായിരുന്നു വെച്ചത്, നല്ല വശത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ മടക്കി ഉള്ളിലേക്ക് മടക്കുക. അപ്പോൾ ഇവിടെയുള്ള തയ്യത്തുമ്പും എല്ലാം ഉള്ളിലേക്കാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവരും, ഇവിടെയും മടക്കി ഉള്ളിലേക്കാക്കിയിട്ട് കൊണ്ട് നിർത്തുക. നമ്മൾ കോളർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവ് വെക്കാം. ഏത് വശത്തെ സ്ലീവാണെന്ന് നോക്കുക. കുഴിഞ്ഞത് ഫ്രണ്ടിൽ വരണം. അതുപോലെ അപ്പുറത്തെ സ്ലീവ് നോക്കിയിട്ട് കുഴിഞ്ഞ ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വെച്ച് ഇപ്പുറത്തെ സൈഡ് സ്ലീവ് വയ്ക്കുക. സ്ലീവ് വെച്ചു. അത് കഴിഞ്ഞ് ഷേപ്പ് ചെയ്തു. രണ്ട് സൈഡിലും 1 ഇഞ്ചോ 2 ഇഞ്ചോ വെച്ച് ഷേപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് താഴത്ത് മടക്കി അടിക്കുക. നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ ബ്ലാക്കറ്റിൽ ബട്ടനും വെച്ച് കൊടുത്തു.